ഓർമ്മകൾക്ക് എന്തു നിറമാണ്? ഒരുപക്ഷേ നിങ്ങളുടെ കുട്ടിക്കാലത്തെ പഴയ ആൽബങ്ങൾ തുറന്നു നോക്കുമ്പോൾ അവിടെ മഞ്ഞ നിറത്തിലുള്ള ഒരു ലോഗോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കൊഡാക്. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ പകർത്തിവെച്ചത് കൊഡാക്കിന്റെ ഫിലിം റോളുകളിലായിരുന്നു. കൊഡാക് മൊമെന്റ് എന്ന വാക്ക് അക്കാലത്ത് സന്തോഷത്തിന്റെ പര്യായമായിരുന്നു. അമേരിക്കൻ ക്യാമറ മാർക്കറ്റിന്റെ 85%, ഫിലിം മാർക്കറ്റിന്റെ 90% ഒറ്റയ്ക്ക് നിയന്ത്രിച്ചിരുന്ന ഒരു വമ്പൻ സാമ്രാജ്യം. ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള ബ്രാൻഡുകളിലൊന്ന്. എന്നാൽ ഇന്ന് ആ സാമ്രാജ്യം എവിടെയാണ്? ലോകത്തെ മുഴുവൻ തങ്ങളുടെ ക്യാമറ ലെൻസിലൂടെ കാണിച്ചു കൊടുത്ത ഒരു വമ്പൻ കമ്പനി എങ്ങനെയാണ് ഒറ്റയടിക്ക് തകർന്നടിഞ്ഞത്? വിജയത്തിന്റെ കൊടുമുടിയിൽ നിന്നും പാപ്പരത്വത്തിന്റെ പടുകുഴിയിലേക്കുള്ള കൊഡാക്കിന്റെ യാത്ര ബിസിനസ് ലോകത്തെ ഏറ്റവും വലിയ പാഠങ്ങളിൽ ഒന്നാണ്. ഇതാണ് കൊഡാക്കിന്റെ യഥാർത്ഥ കഥ. 1880കളുടെ തുടക്കം. ഫോട്ടോ എടുക്കുക എന്നത് ഇന്നത്തെ പോലെ എളുപ്പമുള്ള ഒരു കാര്യമല്ല. സ്മാർട്ട് ഫോണോ ഡിജിറ്റൽ ക്യാമറയോ ഇല്ലാത്ത ആ കാലത്ത് ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ വലിയൊരു സംഘം തന്നെ വേണ്ടിയിരുന്നു. അമേരിക്കയിലെ ഒരു ബാങ്ക് ജീവനക്കാരനായിരുന്നു ജോർജ് ഈസ്റ്റ്മാൻ. ഒരു അവധിക്കാല യാത്രയ്ക്ക് പോകുവാൻ അദ്ദേഹം തീരുമാനിച്ചു. ആ യാത്രയിലെ ഓർമ്മകൾ പകർത്തിവെക്കാൻ അദ്ദേഹം ഒരു ക്യാമറ വാങ്ങിച്ചു. എന്നാൽ അതൊരു ചെറിയ ക്യാമറയായിരുന്നില്ല. ഒരു മൈക്രോവേവ് അവനേക്കാൾ വലുപ്പമുള്ള ക്യാമറ, ഭാരമുള്ള ഗ്ലാസ് പ്ലേറ്റുകൾ, വലിയ ട്രൈപോഡ്, കൂടാതെ ഫോട്ടോ ഡെവലപ്പ് ചെയ്യാനുള്ള നിരവധി രാസവസ്തുക്കൾ. ഇതെല്ലാം കൂടി ഒരു കുതിരവണ്ടിയിൽ കയറ്റിയാൽ മാത്രമേ അന്നൊരു ഫോട്ടോ എടുക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഇത്രയും ഭാരം ചുമന്നുകൊണ്ട് യാത്ര ചെയ്യുന്നത് ജോർജ് ഈസ്റ്റ്മാനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. ഈ ബുദ്ധിമുട്ടിൽ നിന്നാണ് ലോകം മാറ്റിമറിച്ച ഒരു വലിയ ആശയത്തിന്റെ ജനനം. സാധാരണക്കാർക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന, പോക്കറ്റിൽ കൊണ്ടു നടക്കാവുന്ന ഒരു ക്യാമറ എങ്ങനെ ഉണ്ടാക്കാം എന്നായി അദ്ദേഹത്തിന്റെ ചിന്ത. പകലും രാത്രിയും അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തി. വർഷങ്ങളുടെ കഠിനാധ്വാനത്തിനൊടുവിൽ അദ്ദേഹം ഒരു പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തു. ഭാരമുള്ള ഗ്ലാസ് പ്ലേറ്റുകൾക്ക് പകരം ഫ്ലെക്സിബിൾ ആയ ഫിലിം റോളുകൾ അദ്ദേഹം കണ്ടുപിടിച്ചു. 1888 ജോർജ് ഈസ്റ്റ്മാൻ കൊഡാക് എന്ന പേരിൽ ഒരു കമ്പനി ആരംഭിച്ചു. അവർ ലോകത്തെ ആദ്യത്തെ കൊഡാക് ക്യാമറ വിപണിയിൽ ഇറക്കി. മുൻകൂട്ടി 100 ഫോട്ടോകൾ എടുക്കാൻ കഴിയുന്ന ഒരു ഫിലിം റോൾ ഉള്ളിൽ ഘടിപ്പിച്ച ഒരു ചെറിയ ബോക്സ് ക്യാമറയായിരുന്നു അത്. ഈ ക്യാമറയുടെ വരവ് ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. അവരുടെ പരസ്യവാചകം വളരെ ലളിതവും എന്നാൽ ശക്തവുമായിരുന്നു. യു പ്രസ് ദ ബട്ടൺ, വി ഡു ദ റെസ്റ്റ്. നിങ്ങൾ ബട്ടൺ അമർത്തൂ, ബാക്കി ഞങ്ങൾ നോക്കാം. ഉപഭോക്താക്കൾ ഫോട്ടോ എടുത്ത ശേഷം ക്യാമറ കൊഡാക്കിന് തിരിച്ചയച്ചാൽ മതി. കമ്പനി തന്നെ ഫോട്ടോകൾ പ്രിന്റ് ചെയ്ത് പുതിയ ഫിലിം റോൾ ഇട്ട് ക്യാമറ തിരികെ നൽകും. അതോടെ ഫോട്ടോഗ്രാഫി എന്നത് സാധാരണക്കാരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറി. കൊഡാക്കിന്റെ ബിസിനസ് തന്ത്രം വളരെ ബുദ്ധിപരമായിരുന്നു. റേസർ ആൻഡ് ബ്ലേഡ് മോഡൽ എന്നാണ് ബിസിനസ് ലോകം ഇതിനെ വിളിക്കുന്നത്. അതായത് ഷേവിംഗ് റേസറുകൾ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുകയും പിന്നീട് അതിനുവേണ്ട ബ്ലേഡുകൾ വിറ്റ് ലാഭമുണ്ടാക്കുകയും ചെയ്യുന്ന രീതി. കൊഡാക് തങ്ങളുടെ ക്യാമറകൾ വളരെ കുറഞ്ഞ വിലയ്ക്കാണ് വിറ്റിരുന്നത്. എന്നാൽ ക്യാമറ വാങ്ങുന്ന ഒരാൾക്ക് എക്കാലവും ഫിലിം റോളുകൾ വാങ്ങേണ്ടി വരും. ഫോട്ടോ പ്രിന്റ് ചെയ്യാൻ കെമിക്കലും വേണ്ടിവരും. ക്യാമറയേക്കാൾ കൂടുതൽ ലാഭം കൊഡാക് ഉണ്ടാക്കിയത് ഈ ഫിലിം റോളുകളിൽ നിന്നും രാസവസ്തുക്കളിൽ നിന്നുമായിരുന്നു. അടുത്ത കുറെ പതിറ്റാണ്ടുകൾ കൊഡാക്കിന്റെ സുവർണ കാലമായിരുന്നു. ലോകമെമ്പാടുമുള്ള കടകളിൽ കൊഡാക്കിന്റെ മഞ്ഞ ബോക്സുകൾ നിറഞ്ഞു നിന്നു. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ നിമിഷങ്ങൾ പകർത്തിയത് കൊഡാക്കിന്റെ ഫിലിമിലായിരുന്നു. ഹോളിവുഡിലെ ഒട്ടുമിക്ക സിനിമകളും ചിത്രീകരിച്ചത് കൊഡാക്കിന്റെ ക്യാമറയിലായിരുന്നു. 1996 ആയപ്പോഴേക്കും കമ്പനിയുടെ വാർഷിക വരുമാനം $14 ബില്യൺ കടന്നു. ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ ബ്രാൻഡായി കൊഡാക് മാറി. കമ്പനിയുടെ വളർച്ചയിൽ ആർക്കും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഏതു വലിയ സാമ്രാജ്യത്തിനും ഒരു പതനമുണ്ട്. കൊഡാക്കിന്റെ തകർച്ചയ്ക്ക് കാരണം പുറത്തുനിന്നുള്ള ഒരു ശത്രു ആയിരുന്നില്ല, അവരുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഭയമായിരുന്നു. 1975 കൊഡാക്കിലെ സ്റ്റീവൻ സാസൺ എന്ന 24 വയസ്സുകാരനായ എഞ്ചിനീയർ ഒരു വലിയ ചരിത്രം സൃഷ്ടിച്ചു. ഫിലിം റോളുകളില്ലാതെ ഡിജിറ്റൽ സെൻസറുകൾ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാൻ കഴിയുന്ന ലോകത്തെ ആദ്യത്തെ ഡിജിറ്റൽ ക്യാമറ അദ്ദേഹം കണ്ടുപിടിച്ചു. ഏകദേശം 8 പൗണ്ട് ഭാരമുള്ള ഒരു കാസറ്റ് ടേപ്പിലേക്ക് ഫോട്ടോകൾ സേവ് ചെയ്യുന്ന ഒരു ചെറിയ ഉപകരണം. വളരെ ആവേശത്തോടെ അദ്ദേഹം ഈ കണ്ടുപിടുത്തം കമ്പനിയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ കാണിച്ചു. എന്നാൽ മാനേജ്മെന്റിന്റെ പ്രതികരണം അദ്ദേഹത്തെ ഞെട്ടിച്ചു. ഇതൊരു രസമുള്ള സാധനമാണ്, പക്ഷേ ഇതിനെക്കുറിച്ച് നീ പുറത്താരോടും പറയരുത്. ഇതായിരുന്നു അവരുടെ മറുപടി. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത്? കാരണം വളരെ വ്യക്തമായിരുന്നു. കൊഡാക്കിന്റെ ഏറ്റവും വലിയ വരുമാനമാർഗം ഫിലിം റോളുകളും ഫോട്ടോ പ്രിന്റ് ചെയ്യുന്ന പേപ്പറുകളുമായിരുന്നു. ഡിജിറ്റൽ ക്യാമറകൾ വന്നാൽ ആളുകൾ ഫിലിം റോളുകൾ വാങ്ങുന്നത് നിർത്തും. തങ്ങളുടെ സ്വന്തം ഉൽപ്പന്നം തങ്ങളുടെ തന്നെ ബിസിനസ് തകർക്കുമെന്ന് അവർ ഭയന്നു. 1981 കൊഡാക് സ്വന്തമായി നടത്തിയ ഒരു മാർക്കറ്റ് റിസർച്ചിൽ 2000 ആണ്ടോടെ ഡിജിറ്റൽ ക്യാമറകൾ ലോകം കീഴടക്കുമെന്ന് കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിരുന്നു. മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കാൻ അവർക്ക് 10 വർഷത്തിലധികം സമയം ലഭിച്ചു. എന്നിട്ടും അവർ തങ്ങളുടെ പഴയ ഫിലിം ബിസിനസ്സിൽ തന്നെ വിശ്വസിച്ച് മുന്നോട്ടു പോയി. കാലം മാറി. 1990കൾ അവസാനിച്ചതോടെ ഡിജിറ്റൽ ക്യാമറകൾ ലോകവിപണിയിൽ സജീവമായി. സോണി, കാനൺ, നിക്കോൺ എന്നീ കമ്പനികൾ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഈ സമയത്ത് കൊഡാക്കിന്റെ ഏറ്റവും വലിയ എതിരാളിയായിരുന്ന ഫ്യൂജി ഫിലിം വലിയൊരു തീരുമാനമെടുത്തു.
ഫിലിം ബിസിനസിന് ഭാവിയില്ല എന്ന് മനസ്സിലാക്കിയ ഫ്യൂജി ഫിലിം തങ്ങളുടെ കെമിക്കൽ അറിവുകൾ ഉപയോഗിച്ച് കോസ്മെറ്റിക്സ്, മെഡിക്കൽ ഉപകരണങ്ങൾ, മറ്റ് സാങ്കേതിക വിദ്യകൾ എന്നിവയിലേക്ക് ബിസിനസ് വ്യാപിപ്പിച്ചു. എന്നാൽ കൊഡാക്ക് അപ്പോഴും ഉണർന്നില്ല. ആളുകൾ ഒരിക്കലും ഫിസിക്കൽ ഫോട്ടോകൾ ഉപേക്ഷിക്കില്ല എന്ന് അവർ അന്ധമായി വിശ്വസിച്ചു. ഡിജിറ്റൽ വിപണിയിലേക്ക് അവർ അവസാനം കടന്നു വന്നപ്പോഴേക്കും മറ്റ് കമ്പനികൾ ബഹുദൂരം മുന്നിലെത്തിയിരുന്നു. കൊഡാക്കിന്റെ ഡിജിറ്റൽ ക്യാമറകൾക്ക് വിപണിയിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. സ്മാർട്ട് ഫോണുകളുടെ വരവോടെ ഫോട്ടോഗ്രാഫി രംഗം പൂർണ്ണമായും മാറിമറിഞ്ഞു. വരുമാനം കുത്തനെ ഇടിഞ്ഞു, ലാഭം നഷ്ടമായി. 1,45,000-ലധികം തൊഴിലാളികൾ ഉണ്ടായിരുന്ന കമ്പനിയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ പിരിച്ചുവിട്ടു. 2012 ജനുവരി 19 അമേരിക്കൻ ബിസിനസ് ലോകം ഒരു വലിയ വീഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചു. തങ്ങളുടെ കടങ്ങൾ തിരിച്ചടയ്ക്കാൻ കഴിയാതെ 130 വർഷത്തെ പാരമ്പര്യമുള്ള കൊഡാക്ക് ചാപ്റ്റർ 11 പാപ്പരത്വ ഹർജി ഫയൽ ചെയ്തു. ഡിജിറ്റൽ ക്യാമറ കണ്ടുപിടിച്ച കമ്പനിയെ അതേ ഡിജിറ്റൽ ക്യാമറകൾ തന്നെ ഇല്ലാതാക്കി. കഥ അവിടെ അവസാനിച്ചുവെന്നാണ് ലോകം കരുതിയത്. എന്നാൽ കൊഡാക്ക് തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. 2013 പാപ്പരത്വത്തിൽ നിന്നും കരകയറിയ കമ്പനി തങ്ങളുടെ ബിസിനസ് തന്ത്രം പൂർണ്ണമായും മാറ്റിമറിച്ചു. ഉപഭോക്താക്കൾക്കുള്ള ക്യാമറകൾ നിർമ്മിക്കുന്നത് അവർ അവസാനിപ്പിച്ചു. പകരം കൊമേഴ്ഷ്യൽ പ്രിന്റിംഗ്, അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ് ആൻഡ് കെമിക്കൽസ് എന്നീ മേഖലകളിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു അത്ഭുതം കൂടി സംഭവിച്ചു. ഡിജിറ്റൽ ലോകത്തിന്റെ അതിപ്രസരത്തിൽ മനം മടുത്ത പുതിയ തലമുറ പഴയ അനലോഗ് ഫിലിം ക്യാമറകളിലേക്ക് തിരികെ വരാൻ തുടങ്ങി. ക്രിസ്റ്റഫർ നോളൻ, ക്വെന്റിൻ ടാരന്റിനോ തുടങ്ങിയ പ്രശസ്ത ഹോളിവുഡ് സംവിധായകർ തങ്ങളുടെ സിനിമകൾ ഡിജിറ്റലായി ഷൂട്ട് ചെയ്യുന്നതിന് പകരം വീണ്ടും കൊഡാക്ക് ഫിലിമുകളിൽ ഷൂട്ട് ചെയ്യാൻ ആരംഭിച്ചു. ഇത് കമ്പനിക്ക് വലിയൊരു തിരിച്ചുവരവിനുള്ള അവസരമൊരുക്കി. 2025-2026 സാമ്പത്തിക റിപ്പോർട്ടുകൾ പ്രകാരം കൊഡാക്ക് വലിയൊരു സാമ്പത്തിക വിജയം കൈവരിച്ചിരിക്കുകയാണ്. കമ്പനിയുടെ ഓപ്പറേഷണൽ EBITDA 138% വർദ്ധിച്ച് $62 മില്യൺ അവരുടെ കയ്യിലുള്ള ക്യാഷ് ബാലൻസ് $337 മില്യൺ ഉയർന്നു. പ്രിന്റിംഗ് ബിസിനസ്സിലും കെമിക്കൽ രംഗത്തും മികച്ച വളർച്ചയോടെ തങ്ങൾ വീണ്ടും ബിസിനസ് ലോകത്ത് സജീവമാണെന്ന് അവർ തെളിയിച്ചു. കൊഡാക്ക് ഡിജിറ്റൽ ക്യാമറയും മറ്റും വിപണിയിൽ ലഭ്യമാണെങ്കിലും അതെല്ലാം കൊഡാക്കിന്റെ പേര് ഉപയോഗിച്ച് തേർഡ് പാർട്ടി കമ്പനികൾ നിർമ്മിക്കുന്നതാണ്. കൊഡാക്കിന്റെ ഈ യാത്ര ഒരു വലിയ പാഠമാണ്. വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് പലപ്പോഴും അമിതമായ ആത്മവിശ്വാസം നമ്മളെ അന്ധരാക്കുന്നത്. തങ്ങളുടെ ഫിലിം ബിസിനസ് തകരുമെന്ന് ഭയന്ന് പുതിയ ടെക്നോളജിയെ ഒളിച്ചുവെക്കാൻ ശ്രമിച്ചതാണ് കൊഡാക്ക് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ബിസിനസ്സിലെ ഒരു പ്രധാന നിയമം ഇതാണ്: നിങ്ങളുടെ ബിസിനസ് മോഡലിനെ നിങ്ങൾ തന്നെ തകർക്കാൻ തയ്യാറായില്ലെങ്കിൽ മറ്റാരെങ്കിലും വന്ന് അത് തകർക്കും. സ്വന്തം കണ്ടുപിടുത്തമായ ഡിജിറ്റൽ ക്യാമറയെ അന്ന് കൊഡാക്ക് നെഞ്ചോട് ചേർത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് വലിയ ടെക് ഭീമന്മാർക്കൊപ്പം ലോകം ഭരിക്കുന്ന ഒരു കമ്പനിയായി കൊഡാക്ക് മാറുമായിരുന്നു. മാറ്റങ്ങളെ ഭയക്കാതിരിക്കുക, പഴയ കാലത്തെ ഓർമ്മകളെ ജീവിക്കാതെ ഭാവിയെ ഉൾക്കൊള്ളുക. ഒരു കാലത്ത് വീണുപോയെങ്കിലും സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി പുതിയൊരു വഴിയിലൂടെ സഞ്ചരിച്ച് ഇന്ന് വീണ്ടും ലാഭത്തിലേക്ക് കുതിക്കുന്ന കൊഡാക്ക് തളരാത്ത പോരാട്ട വീര്യത്തിന്റെ ഒരു വലിയ ഉദാഹരണം കൂടിയാണ്.